എബ്രായർ 13:15. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങളിൽ ഉടനീളം ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ലേഖനകർത്താവ് അതുതന്നെയാണ് പറയുന്നത്. ഇവിടെ നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതാണ് നാം അന്വേഷിക്കുന്നത്. വരുവാനുള്ളത് മറ്റെങ്ങു നിന്നുമല്ല, സ്വർഗാധിസ്വർഗങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് നാം ദൈവത്തിന് തൻ്റെ പുത്രൻ്റെ നാമത്തിലൂടെ ഇടതടവില്ലാതെ സ്തോത്രമെന്ന യാഗം അർപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. പഴയ നിയമത്തിൽ യാഗം കഴിക്കുവാൻ പുരോഹിതന്മാർ ഉണ്ടായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ എല്ലാ വിശ്വാസികളും പുരോഹിതന്മാരാണെന്ന് വചനം പറയുന്നു. വെളിപ്പാട് 1:6 തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർത്തവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമേൻ എന്ന് പറഞ്ഞിരിക്കുന്നു. നമ്മുടെ യാഗം മൃഗങ്ങളല്ല, ഭൗതിക യാഗപീഠത്തിലെ ഭൗതിക വസ്തുക്കളുമല്ല, മറിച്ച് അതിലും വളരെ മികച്ചതാണ് അധരഫലം എന്ന സ്തോത്രയാഗം. യാഗമൃഗത്തെ വാങ്ങുവാൻ പൈസ ചിലവഴിക്കേണ്ടതില്ല, അതുമായി ആലയത്തിൽ പോകേണ്ടതില്ല. എവിടെയായിരുന്നാലും നിരന്തരം ഈ യാഗം നമുക്ക് കഴിക്കുവാൻ സാധിക്കും. സ്തുതിക്കുന്നത് നേരുള്ളവർക്കുചിതമെന്ന് സങ്കീർത്തനം 33:1 പറഞ്ഞിരിക്കുന്നു. എഫേസ്യർ 5:20 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്തുകൊള്ളുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നു. ഹോശേയ 14:2 ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു. സങ്കീർത്തനം 119:108 സങ്കീർത്തനക്കാരൻ യഹോവേ എൻ്റെ വായുടെ സ്വമേധാദാനങ്ങളിൽ പ്രസാദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് നമുക്ക് കൊടുക്കുവാൻ സ്തുതിയും സ്തോത്രവും ആരാധനയും മാത്രമേ ഉള്ളൂ. സറാഫുകൾ നിത്യം ആരാധിക്കുന്ന പരിശുദ്ധനായ കർത്താവിനെ നമുക്ക് യാഗങ്ങൾ സദാ അർപ്പിക്കുവാൻ സാധിക്കുമല്ലോ. ജീവനുള്ളവർ മാത്രമേ കർത്താവിനെ സ്തുതിക്കുകയുള്ളൂ, മരിച്ചവർക്കത് സാധിക്കില്ല. ദൈവം ചെയ്യുന്ന നന്മകൾ ഓർത്താൽ എത്രമാത്രം സ്തുതിക്കണം. ഈ ദൈവത്തിൻ്റെ മക്കളായി തീരുവാൻ സാധിച്ചതിലും വലിയൊരു ഭാഗ്യം നമുക്ക് ലഭിക്കാനില്ല. അതിൽ നമുക്കൊരു റോളുമില്ല. ദൈവിക പദ്ധതിയുടെ ഭാഗമായി നമ്മെ ഈ ഭാഗ്യാവസ്ഥയിലെത്തിച്ചു. നമുക്ക് അധരഫലം എന്ന സ്തോത്രയാഗം നിത്യം അർപ്പിക്കാം. ദൈവഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നവരായി തീരാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം അങ്ങേക്ക് അധരഫലം എന്ന സ്തോത്രയാഗം നിത്യം അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.